അമേരിക്കയിൽ ഒരു പശു പ്രസവിച്ചാലും അതിൻ്റെ അച്ഛൻ ആരാണെന്ന് വെച്ചാൽ ട്രംപ് പറയും ഞാനാണെന്ന്. കാരണം എന്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ട്രംപ് തയ്യാറാണ്. അതാണ് ട്രംപിൻ്റെ ഒരു സ്വഭാവം. ട്രംപ് എപ്പോഴും ട്രംപായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ ഒരു പരിഹാസപൂർവ്വേണ പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ട്രംപ് അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞാലും ഇങ്ങ് വന്ന് തള്ളി കയറിക്കൊണ്ട് പറയും ഞാൻ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ എല്ലാം അവസാനിപ്പിച്ചത് എന്നുള്ളത്. അല്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞാലും ട്രംപ് അത് അംഗീകരിക്കില്ല. അപ്പോൾ ഒരു കോഴി മുട്ടയിട്ടാലും പറയുക കോഴി മുട്ടയിടാനുള്ള കാരണം ഞാനാണ്. അത്ര അതപ്പതിച്ചു പോയി അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളതാണ്. ഇപ്പം എന്താണ് പുതിയ വെളിപ്പെടുത്തൽ? ട്രംപിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നാണം കെടാനൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. മൊത്തം നാണം കെട്ടു പ്രശ്നമാണ്. അതായത് അറിയാവുന്ന പോലെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മധ്യസ്ഥ ചർച്ച നടത്തിയത് ഞാൻ പറഞ്ഞതുകൊണ്ട്, അതായത് രാത്രികൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ എൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട്, അതായത് വ്യാപാര ഭീഷണി മുഴക്കി, അതായത് രണ്ട് രാജ്യങ്ങളുമായിട്ട് നിരവധി വ്യാപാര ഉടമ്പടികൾ പാകിസ്ഥാനുണ്ട്. അപ്പോൾ ആ ഒരു സമ്മർദ്ദം ചെലുത്തി ഇതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിന് തയ്യാറായി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതെപ്പോഴാണ്? ഈ മെയ് 10 വൈകിട്ട് 5:25 ട്രംപിൻ്റെ ട്വീറ്റ് വരുന്നത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ചകൾ നടക്കുകയും 3:25 പാകിസ്ഥാൻ വെടിനിർത്തൽ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നുള്ളത് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ ആ സമയം അടക്കം പറഞ്ഞു. അങ്ങനെ ആകെ നാശമായി നിൽക്കുകയാണ് ട്രംപിൻ്റെ അവസ്ഥ. എന്നിരുന്നാലും ആ ചങ്ങാതിക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സന്ദർശിക്കാൻ വന്നപ്പോഴും ട്രംപ് ഇതേ അവകാശവാദം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് അവിടെ വെടിനിർത്തൽ വന്നത്. അതായത് ഇന്ത്യ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തി ആ വാർത്തകളൊക്കെ വന്നതിന് ശേഷം ട്രംപ് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ മുൻ സുരക്ഷാ ഉപദേശകൻ ജോൺ ബോൾട്ടൺ അദ്ദേഹം ഇന്ത്യയിലെ ദേശീയ മാധ്യമമായ ANIക്ക് നൽകിയ ഒരു ബൈറ്റിൽ ട്രംപിനെ എടുത്തങ്ങ് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രംപ് ബീങ് ട്രംപ് എന്ന് വെച്ചാൽ അതിലെല്ലാം ഉണ്ട്. ട്രംപ് എന്ന് പറഞ്ഞാൽ അത് ട്രംപാണ്, അയാൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ഹീ ടേക്സ് ക്രെഡിറ്റ് ഫോർ എവറിത്തിങ്. നേരത്തെ പറഞ്ഞ പോലെ കോഴി മുട്ടയിട്ടാലും അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് വേണമെങ്കിൽ അയാൾ പറഞ്ഞു കളയും. ഈ സാധാരണ അവിഹിതത്തിലോട്ടാണ് കൊച്ചിൻ്റെ അച്ഛനൊക്കെ ഞാനാണെന്നൊക്കെ പറയാൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് അതില്ല, അത് എൻ്റെ കൊച്ച് തന്നെയാണ്. അതുമാത്രമല്ല, നത്തിങ് പേഴ്സണൽ ടു ഇന്ത്യ, ദിസ് ഈസ് ഡൊണാൾഡ് ട്രംപ് ഹൂ ടേക്സ് ക്രെഡിറ്റ് ഫോർ എവറിത്തിങ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് അത് ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് ട്രംപ് ആണല്ലോ, അപ്പോൾ നിങ്ങളിറങ്ങും ക്ഷമിക്കേ, ദയവ് ചെയ്ത് ക്ഷമിക്കുക, അത് ട്രംപ് ആണല്ലോ. അപ്പോൾ അത് ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നമാക്കി കാണണ്ട, അത് ട്രംപിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് എന്ന തരത്തിൽ അയാൾ ചിരിച്ചു തള്ളുകയാണ്. പക്ഷേ അയാൾ പറഞ്ഞ മറ്റൊരു സുപ്രധാന സംഗതികളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഇന്ത്യ ഭീകരവാദത്തിനെതിരെ നടപടി എടുത്തതാണ്, അതിനുള്ള എല്ലാ അവകാശവും അധികാരവും ഇന്ത്യക്കുണ്ട് എന്ന തരത്തിൽ. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പിന്തുണ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഈ കാര്യത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ. അതുമാത്രമല്ല, പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പും കൊടുത്തിരിക്കുകയാണ്. അതായത് ഭീകരവാദത്തെ അവരുടെ അതിർത്തിക്കുള്ളിൽ തന്നെ തടയാൻ ആ രാജ്യം പരാജയപ്പെട്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണ്. അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്നാണ് ജോൺ ബോൾട്ടൺ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു സൈനിക നടപടി കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇന്ത്യ നടപ്പിലാക്കിയത്. അതായത് 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 7-ാം തീയതി പുലർച്ചെ 2:30 ഇന്ത്യ 9 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും കൃത്യം 4-ൻ്റെ അന്ന് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അത് കൃത്യമായ ഒരു ടൈം പീരീഡിലാണ്. കാരണം പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങളും അവിടെ വ്യോമ താവളവും അടക്കം ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് നിക്കക്കള്ളിയില്ലാതെ DGMO ഹോട്ട് ലൈൻ വഴി ഇന്ത്യയുടെ DGMOയെ ബന്ധപ്പെടുകയും വെടിനിർത്തലിന് വഴങ്ങണം എന്ന രീതിയിൽ അഭ്യർത്ഥന നടത്തുകയും ചെയ്യുകയായിരുന്നു അന്ന്. 10-ാം തീയതി രാവിലെ 11 മണിക്കാണ് പാകിസ്ഥാൻ്റെ DGMO ആദ്യം ഇങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അത് നടന്നില്ല. കാരണം ഇവിടുത്തെ ഇന്ത്യയുടെ DGMO അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തിരക്കിലായിരുന്നു. അങ്ങനെ 3:30 ആ
അത്തരത്തിലൊരു ചർച്ച നടക്കുകയും വെടിനിർത്തലിന് ഇരുവിഭാഗവും ധാരണയാവുകയും ചെയ്തത്. ഇതിന് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് വൈകിട്ട് 5:20 5:25 കൃത്യസമയം അതാണ് ഇത്തരത്തിലൊരു പ്രസ്താവന തൻ്റെ ട്വിറ്റർ വഴി ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ലോകമാധ്യമങ്ങളെല്ലാം ട്രംപ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തതോടുകൂടി ആ ട്രംപിൻ്റെ ശ്രമഫലമായി ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടായി. ഇവിടുത്തെ പ്രതിപക്ഷമടക്കം അങ്ങനൊരു മധ്യസ്ഥൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന തരത്തിൽ വലിയൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. കാര്യം ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് അതല്ല. ഇത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, കാശ്മീർ ആഭ്യന്തര പ്രശ്നമാണ് എന്ന തരത്തിലുള്ളൊരു നിലപാടാണ് ഇന്ത്യക്ക് കാലാകാലങ്ങളായിട്ടുള്ളത്. അതിൽ അമേരിക്കയ്ക്ക് ഒരിടത്തും ഇതുവരെയും ഒരു റോളും കൊടുത്തിട്ടില്ല. പക്ഷേ ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എനിക്ക് വേണം എന്ന തരത്തിൽ അവകാശവാദവുമായി വരുന്നു. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. അയാൾ ഇപ്പോഴും അത് തന്നെ തുടരുന്നു. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്, ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ്. ട്രംപ് നാണം കെട്ട് ഒരു എന്താ പറയുക രാജാവ് നഗ്നനാണെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പൊതുവെ ട്രംപിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. എത്ര കിട്ടിയാലും നന്നാവില്ല എന്ന് ചിലർ പറയും. അത് തന്നെയാണ് ട്രംപും ഏറ്റവും. എല്ലാത്തിൻ്റെ അവകാശം തനിക്ക് വേണം, എല്ലാത്തിൻ്റെ ക്രെഡിറ്റും തനിക്ക് വേണം. ലോകരാജ്യങ്ങൾ തമ്മിലടിച്ചാലും ആ രാജ്യവുമായി ഒരു ബന്ധവുമില്ലെങ്കിലും പറയും ഞാനാണ് അതിൻ്റെയൊക്കെ മധ്യസ്ഥ നിന്ന് ആ രാജ്യങ്ങളെയൊക്കെ എന്താ പറയുക സമാധാനത്തിൻ്റെ പച്ചക്കൊടി വിരിച്ചത് ഞാനാണ്, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ വീഴ്ത്തിയത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളാവണം ട്രംപിന്. അതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ കശ്മീരിലെ വിഷയമായി സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഇന്ത്യ പറഞ്ഞത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ തൽക്കാലം അമേരിക്കയുടെ ഇതെന്ന് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ഇടപെട്ടോളാം. അതുപോലെ തന്നെ ട്രംപ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അഭിനന്ദൻ വർത്തമാനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ട്രംപ് മോദിയോട് വിളിച്ച് ചോദിച്ചു ഞാൻ പാകിസ്ഥാനുമായി സംസാരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ മോദി പറഞ്ഞത് എൻ്റെ സൈനികനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം എൻ്റെ സൈനികനെ എൻ്റെ രാജ്യത്തേക്ക് എത്തിക്കാൻ എനിക്ക് കഴിവുണ്ട്. അതിൽ മൂന്നാമതൊരാളുടെ കാര്യം മൂന്നാം മധ്യസ്ഥത ആവശ്യമില്ല. അന്ന് മോദിയുടെ മറ്റൊരു മുഖം ഞാൻ കണ്ടു എന്നാണ് ട്രംപ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ ട്രംപിനറിയാം ബാക്കി എല്ലായിടവും തൻ്റെ വേല ചിലവാകും, പക്ഷേ ഇന്ത്യയിൽ തൻ്റെ വേല ചിലവാകില്ല. തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ വന്നു. അതിർത്തി അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയൊക്കെ ഇട്ട് ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായപ്പോഴും ഇന്ത്യ മിണ്ടാതിരുന്നു. കാരണം ട്രംപിന് ആളാവണം. അതിനുവേണ്ടി ട്രംപ് എന്തും കാണിക്കും, എന്തും പറയും, എന്തും ചെയ്യും. അതുകൊണ്ട് നമ്മളിതിലൊന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ട, നമ്മളിതൊന്നും മിണ്ടാൻ പോകണ്ട. അന്ന് ചർച്ചകൾ നടത്തി മോദി ഇനി പറയാത്ത വാക്കുകൾ പറഞ്ഞു. അപ്പോഴും കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി ഒന്നും നൽകിയില്ല. അവരുടെ രീതി ഇങ്ങനെയാണ് എങ്കിൽ അവരത് ചെയ്യട്ടെ. നമ്മളെ അനധികൃതമായി എന്തിനാണ് പോയി കുടിയേറിയത്, 40-50 ലക്ഷങ്ങൾ കൊടുത്ത് എന്തിനാണ് അവിടേക്ക് പോയത് എന്നാണ് ചോദിച്ചത് ഇന്ത്യ. അത് ശരിയാണ്, ഇവിടെ വിറ്റുപറക്കി എന്തിനാണ് അനധികൃതമായി കുടിയേറി അവിടെ പോയത്, അവരോട് ഇങ്ങനെ പെരുമാറൂ എന്ന് ഇന്ത്യ കൃത്യമായ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് ട്രംപ് എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ട്രംപ് ഒരു രാഷ്ട്രീയക്കാരനല്ല, അയാളൊരു ബിസിനസ്സുകാരനാണ്. അതിൻ്റെ ഒരു പക്വതയില്ലായ്മയും പാകതക്കുറവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ദൗർബല്യങ്ങളും ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഈ പോപ്പിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് പോലും ഒരു വിചിത്രമായ ട്വീറ്റ് അടക്കം നടത്തിയ ഒരു ലോക നേതാവ് കൂടിയാണെന്ന് ഓർക്കണം. അതേപോലെ ഒരു ആലോചനയും ഇല്ലാതെ എന്തും എവിടെയും എങ്ങനെയും പറയാം എന്ന തരത്തിൽ നിലപാടെടുക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ പരിഹസിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു സഹപ്രവർത്തകൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഈ ഒരു സംഗതിയുടെ ഏറ്റവും പുതിയ സംഗതി.